തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നിന്ന് ഏതാണ്ട് 9 കിലോമീറ്റർ തെക്ക് മാറിയാണ് തിരുവല്ലം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ തിരുവല്ലത്താണ് ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്ന തിരുവല്ലം പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന 2 പ്രധാനപ്പെട്ട നദികൾ സംഗമിക്കുന്ന സ്ഥലവും കൂടിയാണ് തിരുവല്ലം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് പിതൃപിണ്ഡം വയ്ക്കാനുള്ള ക്ഷേത്രം എന്നുള്ള നിലയിലാണ്. സാധാരണയായി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പിതൃപിണ്ഡം സമർപ്പിക്കാറുണ്ട്, പിതൃബലി നടത്താറുണ്ട്. പക്ഷേ പുരാതന കാലം മുതൽ തന്നെ പിതൃപിണ്ഡത്തിനായിട്ട് ഹിന്ദുമത വിശ്വാസികൾ സമർപ്പിക്കാൻ സ്വീകരിച്ചു പോകുന്ന പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളാണ് തിരുനെല്ലി പോലെ, നെല്ലി പോലെ, തിരുവല്ലം. വില്യമംഗലം സ്വാമിയാർക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടിയ അനന്തംകാട് ആരംഭിക്കുന്നത് തിരുവല്ലത്ത് നിന്ന് തൃപ്പതാപുരം വരെയാണ് അനന്തംകാട് എന്നാണ്. ശ്രീകാര്യത്തിനപ്പുറത്തുള്ള ഇന്നത്തെ ടെക്നോ പാർക്കിന് സമീപത്തുള്ള തൃപ്പാദപുരം നടുകിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രം വരുന്നത്. ഇത്രയും വികസിച്ച് കിടക്കുന്ന സ്ഥലമാണ് അനന്തംകാട് എന്നാണ് സങ്കല്പം. അങ്ങനെയും തിരുവല്ലത്തിന് പുരാവൃത്തത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ ഇതിലെല്ലാത്തിലുപരിയായിട്ട് പരശുരാമ ക്ഷേത്രത്തിന് മാത്രമായ ഒരു പ്രത്യേകത, ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലായാലും മറ്റെല്ലാം പുറത്തു വച്ചിട്ടാണ് ബലിതർപ്പണം നടത്തുന്നത്. ഇത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത്, ചുറ്റമ്പലത്തിനകത്ത് വെച്ച് ബലിതർപ്പണം നടത്തുന്ന ഏക സ്ഥലം തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്.